ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഒരു പൈൽ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള പങ്കാളിയാണ് ആകർഷിക്കപ്പെടുന്നത് എന്നാണ്. 2 കാർഡ്സ് ആയിട്ട് നമുക്ക് എടുക്കാം, 2 ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. നിങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള പങ്കാളിയാണ് ആകർഷിക്കപ്പെടുന്നത് എന്നാണ്. നമുക്ക് നോക്കാം ആദ്യത്തെ ഗ്രൂപ്പുകാരെ ഏത് തരത്തിലുള്ള പങ്കാളിയെയാണ് ആകർഷിക്കുന്നത് എന്ന് നോക്കാം. ഇതാണ് കാർഡ് നമ്പർ 1. ഫസ്റ്റ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് കിട്ടി. ഇനി സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ് നോക്കാം. നിങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള പങ്കാളിയാണ് ആകർഷിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ്, സെക്കൻഡ് കാർഡ്. നമുക്ക് നോക്കാം ഫസ്റ്റ് ഗ്രൂപ്പുകാരെ അവരിലേക്ക് ഏത് തരത്തിലുള്ള പങ്കാളിയെ ആണ് ആകർഷിക്കപ്പെടുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഡിസ്ഹാർമണി ട്രിഗേഴ്സ്. അതായത് നിങ്ങൾ ഇപ്പോൾ ആകർഷിച്ചെടുക്കുന്നത് ഒരു തരത്തിൽ എന്താ പറയാ, നെഗറ്റീവായിട്ടുള്ള ഒരു പങ്കാളിയെയാണ്. ഈ ഒരു പങ്കാളി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഇങ്ങനെയുള്ള പങ്കാളിയെ ആയിരിക്കും. ആക്ച്വലി ഇത് നിങ്ങൾ തന്നെ ആകർഷിച്ചെടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒന്നില്ലെങ്കിൽ അവരെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. ചില കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നത് വഴക്കിലായിരിക്കും. നിങ്ങൾ തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്നത് വഴക്കിലായിരിക്കും. ഇത് ആക്ച്വലി നിങ്ങൾ തന്നെ ആകർഷിച്ചെടുക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ചിന്തകൾ മൂലമോ പ്രവൃത്തി മൂലമോ നിങ്ങൾ അറിയാതെ അട്രാക്റ്റ് ചെയ്ത് എടുക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഗ്രൂപ്പുകാർ അവർ ഏത് തരത്തിലുള്ള പങ്കാളിയെയാണ് ആകർഷിച്ചെടുക്കുന്നത് എന്ന് നോക്കാം. സെൽഫ് ലവ്. അതായത് നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പങ്കാളിയെയാണ് നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നത്. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയെയാണ് നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നത്. ഇത് ഇവിടെ മാനിഫെസ്റ്റിംഗ് എന്നൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മുടെ ചോദ്യം അന്വർത്ഥമായി. അപ്പം ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്.